ആ പോലീസുകാരൻ ശങ്കരപ്പിള്ള വന്നിരുന്നു. അയാളെ ഞാൻ കണ്ടതാണല്ലോ. എന്താ കാര്യം? എന്നോട് ചോദിച്ചാൽ ഞാൻ എങ്ങനെ അറിയാനാ? ഇന്ന് എത്രയാ തീയതി? 27. അയാളെ ഞാൻ പിന്നെ കണ്ടോളാം. ശാന്തമ്മ കോളേജിൽ പോയോ? അച്ഛനിന്ന് ഓഫീസിൽ പോകുന്നില്ലേ? പോകുന്നുണ്ടല്ലോ മോളെ. എന്താ കാര്യം? അച്ഛാ, എന്റെ കൂട്ടുകാരികൾക്ക് ലെതർ ഫാക്ടറി കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ അച്ഛൻ അവിടെയാണ് ജോലി, ഞാൻ കൂട്ടിക്കൊണ്ട് പോവാന്ന്. വേണ്ട മോളെ, അവിടെ എല്ലാം വൃത്തികേടാണ്. നീ അവിടെ വരാൻ പാടില്ല. എന്നാ ശരി, ഒരു 10 രൂപ ഉണ്ടെങ്കിൽ താച്ചാ. 10 രൂപയോ? ആ 10 രൂപ ഉണ്ടാക്കാൻ ഞാൻ എന്ത് പാടുപെടുന്നുണ്ടെന്ന് നിനക്കറിയാം. എത്ര പേരെ തൊഴണം, എത്ര പേരെ. മര്യാദയ്ക്ക് നീ കോളേജിൽ പോകുന്നുണ്ടോ? നിങ്ങളുടെ ഈ ഉദ്യോഗം എന്താണെന്ന് മോളുടെ അടുത്തുനിന്ന് എത്ര നാൾ മറച്ചു പിടിക്കാൻ കഴിയും? എന്റെ മരണം വരെ. എന്റെ കർമ്മദോഷം. ഞാൻ ഒരു ചെളിക്കുണ്ടിൽ വീണുപോയി. അവിടെ നിന്നും രക്ഷപ്പെടാൻ എനിക്ക് കഴിയുന്നില്ല. എന്റെ മകളെ പഠിപ്പിച്ച് നല്ലൊരുത്തന്റെ കയ്യിൽ ഏൽപ്പിച്ച എന്റെ ഈ ഉദ്യോഗമല്ല, എന്റെ ജീവൻ വരെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. അല്ല, ഇതാരാണ്? ചക്കന്റെ അദ്ദേഹവും തടിയൊക്കെ നന്നാക്കിട്ട് വരുന്ന വരവായിരിക്കും അല്ലേ? ഞാനിപ്പോഴും നമ്മളുടെ ഇവിടെ ഉണ്ടോ മാലതി? നമ്മുടെ കണ്ണാടെ നമ്മൾ വീട്ടിൽ ചെന്നാലേ നമ്മളുടെ ഭാര്യ ആദ്യം ചോദിക്കണത് കണ്ണാട എവിടെയെന്നാ. അല്ല, അപ്പോഴേക്കും വേറെ ആള് കയറി കഴിഞ്ഞോ? സാറ് കണ്ടോ നമ്മളുടെ കണ്ണാട? ഇല്ല, സാറ് കണ്ടു കാണത്തില്ല. മാലതി, നമ്മളുടെ നമ്മളുടെ കണ്ണട ഇത് വെച്ചാല് നമുക്ക് ഫസ്റ്റ് ക്ലാസ്സായി കാണാം. മാലതി, നേരത്തെ നമ്മുടെ കണ്ണട പോയി, ഇപ്പൊ നമ്മുടെ കണ്ണും പോയി. മാലതി, നമ്മളെ ഒന്ന് പുറത്ത് വിട്ടു തരാമോ? സാറിന്റെ കൈ മേത്ത് വീണാലേ തടിക്ക് കേടുവരും. അയാളെ തല്ലിതെന്തിനാ? എനിക്ക് ദേഷ്യം വന്നു, ഞാൻ തല്ലി. തനിക്ക് എന്താണ് ഇത്ര ദേഷ്യം? എടോ, തനിക്ക് ദേഷ്യം വരേണ്ട കാരണം? എനിക്കും അതാ മനസ്സിലാകത്തത്. അതൊക്കെ പോട്ടെ. നിന്റെ ചുമ എങ്ങനെയിരിക്കുന്നു? ഒരു കുറവില്ലല്ലേ? ഞാൻ സിനിമ കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നിന്റെ ചുമയെ കുറിച്ച് എനിക്ക് ഓർമ്മ. നേരെ മരുന്ന് കടയിൽ പോയി ചുമയ്ക്കുള്ള മരുന്ന് വാങ്ങിച്ചോണ്ട് വരുന്നത്. കഴിച്ചു നോക്കി, ചുമ ഇപ്പം നിൽക്കും. സിനിമയിലെ ഒരു കാണിച്ചതാ, ഇപ്പം നിൽക്കും. കഴിക്കും. ഇതിനെന്ത് കൊടുത്തു? നീ എന്തിനാ അറിയില്ല? കാശൊന്നും ഞാൻ വാങ്ങിക്കില്ല. സിനിമയിൽ മരുന്ന് കഴിച്ചോണ്ട് ബ്രേക്ക് ഔട്ട് കുറച്ചുകൊണ്ടാണ്. എടോ, സത്യം പറ. കണ്ണാടിയിൽ എഴുതിയിരിക്കുന്ന കണ്ടിട്ടല്ലേ താൻ വീണ്ടും ഇങ്ങോട്ട് കയറി വന്നത്? കണ്ണാടിയിൽ എന്താ എഴുതിയിരിക്കുന്നത്? എന്താ വായിക്കാൻ അറിഞ്ഞൂടെ? അറിയാൻ വയ്യാത്തോണ്ടല്ലേ ചോദിച്ചത്. അയ്യേ, പഠിച്ചിട്ടില്ലേ? എന്റെ തൊഴിലിന് പഠിപ്പിന്റെ ആവശ്യമേ ഇല്ല. എന്നിട്ട് പോലും ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചതാ. നാണമില്ലല്ലോ തനിക്ക്? ഞാൻ പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എങ്ങനെയൊക്കെയോ ജീവിക്കുമായിരുന്നു. പഠിച്ചില്ലെങ്കിൽ ഇപ്പോഴെന്താ? അതുകൊണ്ടായിരിക്കും തനിക്കൊരു നല്ല മനസ്സ് ദൈവം തന്നത്. പോസ്റ്റ്മാനാണെന്ന് തോന്നുന്നു.
ഓ, ഞാൻ പോകുന്നു. മരുന്ന് കഴിക്കാൻ മറക്കണ്ട. മറിയേ, നിന്നെ ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു. നീ ഇവിടെ എന്ത് ചെയ്യാ? എനിക്ക് ഒരു കൊല്ലമായി ചേട്ടാ. എന്റെ അപ്പം മരിച്ചിട്ട് എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട്. നീ ഒറ്റയ്ക്കല്ലല്ലോ, നിന്നെ എന്നെ ഏൽപ്പിച്ചിട്ടല്ലേ അപ്പം മരിച്ചത്. നോക്ക്, നിനക്ക് ഞാനുള്ളപ്പം നീ എന്തിനാ വിഷമിക്കുന്നേ? നിനക്കൊരു ജോലിക്കാര്യം 2-3 സ്ഥലത്ത് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മിക്കവാറും ഒന്നിനും ശരിയാകും. ആ, ഞാൻ ഇന്ന് ചെല്ലാമെന്നാ പറഞ്ഞേ. വരൂ, പോകാം. എല്ലാവരും വെക്കേ 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 വെക്കേ. എന്താ ഫുള്ളാണോ? അതെ. എന്നാ കാശെടുക്ക്. തരാം. എന്താ പറഞ്ഞത്? തരാമടാ. എണീക്കണം അവിടുന്ന്. ഇതാണ് ഫുള്ള് തരാൻ വയലത്തെ ദരിദ്രവാസികളൊന്നും ഇരുത്തരുതെന്ന് പറഞ്ഞത്. ഇനി 2 കളി, അത് ഞാൻ ജയിക്കും, കാശ് തന്നേക്കാം. പിന്നെ ജയിക്കും. എണീക്കണം വഴക്കത്തേട്ടവനെ. ഏതായാലും തന്റെ ചേട്ടനല്ലേ. ആരാടാ ചേട്ടൻ? ഏതായാലും രണ്ടും ഒരമ്മയുടെ മക്കളല്ലേ. ആ, അമ്മ ഒന്ന് തന്നെ. എനിക്ക് എന്റെ തന്ത ആരാന്നറിയാം. അവന് തന്ത പലതാ. എന്താണോ പറഞ്ഞ്? വിടണോ? എടി പെണ്ണേ, എന്റെ മോട്ടോർ സൈക്കിൾ തുടയ്ക്കാൻ നിന്നോട് ആരാ പറഞ്ഞത്? ചുമ്മാതെ. എന്റെ ഒപ്പം ഓടി നോക്കുകയാണോ? ആ, എത്ര ദൂരം ഓടും? ആ, ഓട് നമുക്ക് കാണാം. വാ വാ വാ. വെരി ഗുഡ്. വാ വാ വാ. ഓട്. ആ, ഓട്. വാടി. വാ വാ. എന്താ നിൽക്കുന്നു? വേഗം വാ, കാണട്ടെ എന്റെ ഓട്ടം. ആ, അങ്ങോട്ട് വാ, വേഗം വാടി. എന്താ നിന്ന് കളഞ്ഞത്? എന്റെ സ്പീഡ് പിടിക്കാൻ നിന്നെ കൊണ്ട് ഒക്കില്ല പെണ്ണേ. ആട്ടെ, എന്നെ ഇഷ്ടപ്പെട്ടോ? എന്റെ മോട്ടോർ സൈക്കിള് ഏതാ കൂടുതൽ ഇഷ്ടം? എന്നെ വിടൂ.
പെണ്ണിന്റെ ഒരു നാണം. കല്യാണം കഴിയുന്നത് വരെ എന്നെ തൊടാൻ പാടില്ല ചേട്ടാ. കല്യാണം എനിക്ക് പെണ്ണുങ്ങളെ ഇഷ്ടമാണ്, പക്ഷേ കല്യാണം എന്നെ ഇഷ്ടമാണോ? പിന്നെ എന്റെ വെപ്പാട്ടിയായിട്ട് വരാമോ? മറിയെടുത്ത് നീ എന്താ പറഞ്ഞേ? സാധാരണ എല്ലാ പെണ്ണുങ്ങളുടെ അടുത്തും പറയാറുള്ളത് തന്നെ, എന്റെ വെപ്പാട്ടിയായിട്ട് വരാൻ പറ്റുമോ? ഞങ്ങളടുത്ത് അങ്ങനെ പറയാം. പറയൂടാ. ഓ, നാട്ടിലുള്ള എല്ലാ പടകൾക്കും വക്കാലത്ത് പിടിക്കാൻ നടക്കുന്നൊരു പൂവൻ. ഇനി മേലാൽ അവരുടെ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞായിട്ട് ഞാൻ അറിഞ്ഞാൽ നിന്റെ എല്ലി ഞാൻ ബാക്കി വെക്കില്ല. അവളാണ് എന്റെ പറയാൻ നടക്കുന്നത്. എന്നാൽ ഇവിടെ കല്യാണം കഴിക്കടാ. കല്യാണം എന്ന വാക്ക് ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോ നാട് മുഴുവൻ വെപ്പാട്ടിയെ വെക്കത്തോളാം? നാടുതോറുമല്ല, വേണമെങ്കിൽ വീട് തോറും വെക്കും. എന്റെ തടിക്ക് ആരോഗ്യമുണ്ട്, വീശി എറിയാൻ കാശുണ്ട്. ഇന്ന് മറിയോട് ചോദിച്ചു, നാളെ ലളിതയോടും ചോദിക്കും. ബെഡ്റൂമും കല്ലിൽ കുത്തി വെച്ചതാണെങ്കിൽ പോലും വേണ്ടി വന്നാൽ ഞാൻ അതിനോടും ചോദിക്കും. പക്ഷേ ഇവരാരും തന്നെ തന്തയുടെ പേരറിയാൻ വയ്യാത്ത കൊച്ചുങ്ങളെ പ്രസവിക്കില്ല. എവരെയല്ലേ നിനക്ക് വേണ്ടത്? നിന്റെ ഇഷ്ടം. പക്ഷെ നിനക്ക് വേണ്ടി ഞാൻ ക്ഷമിക്കുന്നു. ഇല്ലെങ്കിൽ അവന്റെ ഒരു കഷണം ഞാൻ ബാക്കി വെക്കില്ലായിരുന്നു. തന്തയ്ക്ക് പറയാത്തവന് എനിക്ക് എന്റെ തന്ത ആരാന്നറിയാം. അവന് തന്ത പലതാ. ഞാൻ ഇത്രയും നികൃഷ്ടജീവിയാണ്. തന്തയുടെ പേരെന്താണെന്ന് അറിയാൻ പാടില്ലാത്തത് എന്റെ കുറ്റമാണ്. ഇതെല്ലാം എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കൂടെ കൂടെ ചിന്തിച്ചു നോക്കാറുണ്ടായിരുന്നു. എന്റെ ജീവിതത്തിന്റെ തുടക്കം തന്നെ ശരിയല്ലായിരുന്നു. എനിക്ക് അമ്മ മാത്രമേ ഉണ്ടായിരുന്നു. അച്ഛനെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. അച്ഛൻ ആരാണെന്ന് അമ്മ പറഞ്ഞിട്ടുമില്ല. പക്ഷെ വീട്ടിൽ എത്രയോ ആണുങ്ങൾ വരുമായിരുന്നു. അമ്മയ്ക്ക് ഇത്രയധികം ബന്ധുക്കളോ എന്ന് ഞാൻ സംശയിച്ചിട്ടുണ്ട്. കുറേശ്ശെ എനിക്ക് മനസ്സിലായി അമ്മയുടെ പോക്ക് ശരിയല്ലെന്ന്. വരുന്ന ആണുങ്ങളെ സൽക്കരിക്കാനേ എന്റെ അമ്മയ്ക്ക് സമയമുണ്ടായിരുന്നുള്ളൂ. വീട്ടിന്റെ ഒരു മൂലയിൽ ഞാനൊരു അനാഥനെ പോലെ കിടക്കുമായിരുന്നു. ഒരു ദിവസം എന്റെ അമ്മ കല്യാണം കഴിച്ചു. അതിനുശേഷം വീട്ടിൽ ഒരു പുരുഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാളെ അച്ഛ എന്ന് വിളിക്കണം എന്നമ്മ പറഞ്ഞു തന്നു. അച്ഛൻ വന്നു കഴിഞ്ഞു. എന്റെ ദുരിതങ്ങളെല്ലാം അവസാനിച്ചെന്ന് ഞാൻ കരുതി. പക്ഷെ അത് വെറും സ്വപ്നം മാത്രമായിരുന്നു. എനിക്കൊരു കൊച്ചനുജൻ ജനിച്ചു. അവരുടെ ശ്രദ്ധയും ലാളനയും എല്ലാം അവനിലായിരുന്നു. പഴയതുപോലെ വീട്ടിലെ തിണ്ണയായിരുന്നു എന്റെ വാസസ്ഥലം. അനിയനെ മാത്രം സ്കൂളിൽ പറഞ്ഞയക്കുമായിരുന്നു. എനിക്കും പഠിക്കണമെന്ന് പറഞ്ഞതിന് കിട്ടിയ സമ്മാനം ചവിട്ടും തൊഴിയുമായിരുന്നു. എല്ലാം സഹിച്ചു ഞാൻ സഹി കെട്ടു. സഹിക്കും തോറും കൂടുതൽ ഉപദ്രവിക്കും എന്ന് ഞാൻ മനസ്സിലാക്കി. ഒരു ദിവസം ഞാൻ അമ്മയോട് കാശ് ചോദിച്ചു. അമ്മ തരികയില്ലെന്ന് പറഞ്ഞു. കയ്യിലിരിക്കുന്ന ഉടഞ്ഞ കുപ്പി കൊണ്ട് അമ്മയെ കുത്തിക്കളയുമെന്ന് പേടിപ്പിച്ചു. അമ്മ ഭയന്ന് കാശ് തന്നു. കാശുണ്ടാക്കാൻ ഇതാണ് മാർഗമെന്ന് അന്ന് ഞാൻ മനസ്സിലാക്കി. അന്ന് തുടങ്ങിയതാണ് ഈ ജീവിതം.